ഓക്കെ, അപ്പം നമ്മളിവിടെ രജിസ്റ്ററിന്റെ എൻഡ് പോയിന്റ് ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എൻഡ് പോയിന്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ആണ് എഴുതാൻ പോകുന്നത്. അതിനെ നമ്മളിവിടെ HTTP പോസ്റ്റ്, ഓക്കെ, HTTP പോസ്റ്റിനകത്ത് നമ്മളിവിടെ കൊടുക്കുന്ന എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ലോഗിൻ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ തൊട്ടാഴെ നമ്മളിവിടെ ഫംഗ്ഷൻ എഴുതാൻ പോകാം. പബ്ലിക് അസിങ്ക് ടാസ്ക് ആക്ഷൻ റിസൾട്ട്. അതിൽ നമുക്ക് വേണ്ടത് യൂസർ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, യൂസർ ഡീറ്റെയിൽസ് ആണ് നമുക്കിതിവിടെ വേണ്ടത്. അതിൽ നമ്മളിവിടെ ചെയ്യുന്നത് രജിസ്റ്റർ അല്ല, ഇവിടെ ലോഗിൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ പാരാമീറ്റർ ഞാനിവിടെ DTO ആയിരിക്കും ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പാരാമീറ്റേഴ്സ് അല്ല ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, അതായത് കുറേ പാരാമീറ്റേഴ്സ് അല്ല. ഓക്കെ, നമ്മൾ രജിസ്റ്ററിൽ ഇവിടെ ചെയ്ത പോലെ നമ്മൾ ഇവിടെയും യൂസ് ചെയ്യും. ഇവിടെ ഞാനിവിടെ യൂസർ DTO ഇട്ടിട്ട് ലോഗിൻ DTO എന്ന് പറഞ്ഞ് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനെ ഒരു പേര് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു DTO ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ആക്ച്വലി ഇവിടെ രണ്ട് സെയിം തന്നെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് യൂസർ ഡീറ്റെയിൽസിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു സാധനമുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ യൂസർ നെയിമിനെ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, യൂസർ നെയിം ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു വേരിയബിൾ യൂസർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ കോണ്ടെക്സ്റ്റ് എന്നാണ് DB കോണ്ടെക്സ്റ്റ് എന്നാണ് നമ്മൾ അതിൻ്റെ വാല്യൂസ് എടുക്കുന്നത്. അതിൽ യൂസസ് ഡോട്ട് ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓർ ഡീഫോൾട്ട് അസിങ്ക് ആണ് നമുക്ക് വേണ്ടത്. അസിങ്ക് യൂസ് ചെയ്യാൻ കാരണം ഫസ്റ്റ് ഓർ ഡീഫോൾട്ട് ഉണ്ട്, ഫസ്റ്റ് ഓർ ഡീഫോൾട്ട് അസിങ്ക് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് ഓർ ഡീഫോൾട്ട് അസിങ്ക് ആയിരിക്കും എടുക്കുന്നത്, കാരണം നമ്മളിവിടെ അസിങ്ക് ഫംഗ്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫസ്റ്റ് ഓർ ഡീഫോൾട്ട് അസിങ്ക് എടുക്കുന്നത്. ഈ ഫസ്റ്റ് ഓർ ഡീഫോൾട്ടിൻ്റെ യൂസ് എന്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡേറ്റാബേസിനകത്ത് നമുക്കിപ്പോൾ ഒരു യൂസർ നെയിമാണ് സെർച്ച് ചെയ്യേണ്ടത്. ഓക്കെ, യൂസർ നെയിം ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു രണ്ടോ അതിൽ കൂടുതൽ സെയിം യൂസർ നെയിം ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് യൂസർ നെയിം, ഓക്കെ, ഫസ്റ്റ് വാല്യൂ ആയിരിക്കും അതിന് എടുക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ഇപ്പോൾ ബോബ് എന്ന് പറയുന്ന യൂസർ നെയിം ചിലപ്പോൾ മൾട്ടിപ്പിൾ യൂസർ നെയിംസ് ഉണ്ടെന്ന് വിചാരിച്ചു, അത് രണ്ടോ അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓർ ഡീഫോൾട്ട് അസിങ്ക് ആയിരിക്കും എടുക്കുന്നത്. അല്ലാതെ നമുക്കിവിടെ ഒരു സിംഗിൾ ഓർ ഡീഫോൾട്ട് അസിങ്ക് ഉണ്ട്. സിംഗിൾ ഓർ ഡീഫോൾട്ട് അസിങ്ക് യൂസ് ചെയ്യാം, പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ യൂസർ നെയിം, അതായത് സെയിം യൂസർ നെയിംസ് ആണ് ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ നോർമലി ഫസ്റ്റ് ഓർ ഡീഫോൾട്ട് അസിങ്ക് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അതിന് നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മളിവിടെ യൂസർ നെയിമിനെ കണ്ടുപിടിക്കും. എക്സ് ഡോട്ട് യൂസർ നെയിം ടു ലോവർ. ഓക്കെ, ലോവർ ആക്കിയിട്ട് വേണം നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാനായിട്ട്. ലോഗിൻ DTO ഡോട്ട് യൂസർ നെയിം ടു ലോവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടി. ഇപ്പോൾ ഇനി യൂസറിനെ നമുക്കിവിടെ ചെക്ക് ചെയ്യണം. അതായത് യൂസർ നൾ ആണെങ്കിൽ ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് അൺഓതറൈസ്ഡ് ആയിരിക്കും. അൺഓതറൈസ്ഡ്, അവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കും, ഇൻവാലിഡ് യൂസർ നെയിം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കിവിടെ ഒരു പാസ്വേഡ് നമുക്കിനി എടുക്കണം. ഓക്കെ, പാസ്വേഡിനായിട്ട് നമ്മളിവിടെ വാർ കമ്പ്യൂട്ടഡ് ആക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കാം. അവിടെ നമ്മൾ ന്യൂ HMAC 512. ഈ HMAC 512-നകത്ത് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കീ ആയിരിക്കും നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. യൂസർ ഡോട്ട് ഇവിടെ നമ്മളിവിടെ അവൈറ്റ് കൊടുക്കണം. ഓക്കെ, അവൈറ്റ് കൊടുത്താൽ മാത്രമേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, യൂസർ ഡോട്ട് പാസ്വേഡ് സാൾട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കമ്പ്യൂട്ടർ ഹാഷിനകത്ത് നമ്മളിവിടെ യൂസർ പാസ്വേഡ് സാൾട്ട് നമ്മളിവിടെ HMAC-നകത്തോട്ട് കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത് നമുക്കിതിനെ എന്ത് ചെയ്യും, നമുക്ക് ഈ കമ്പ്യൂട്ടർ ഹാഷ് വെച്ചിട്ട് കമ്പ്യൂട്ടർ ഹാഷ് എന്നല്ല, നമുക്ക് ജസ്റ്റ് ഒരു ഹാഷ് എന്ന് പറഞ്ഞു കൊടുക്കാം, വേരിയബിൾ മാറാതിരിക്കാൻ വേണ്ടി. അടുത്തതാണ് നമ്മളിവിടെ വേർ
കമ്പ്യൂട്ടഡ് ഹാഷ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, വേരിയബിൾ നെയിം നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം, കൺഫ്യൂഷൻ ആവണ്ട. ഹാഷ് ഡോട്ട് കമ്പ്യൂട്ട് ഹാഷ്. ഓക്കെ, നമ്മളിവിടെ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഇവിടെയും കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിവിടെ എൻകോഡിങ് .utf.8 ഗെറ്റ് ബൈറ്റ്സ്. അതിൽ യൂസർ ഡോട്ട് പാസ്വേഡ് ഹാഷ് അല്ല, നമുക്കിവിടെ ലോഗിൻ DTO.password. ഓക്കെ, ആദ്യം നമുക്ക് പാസ്വേഡ് സാൾട്ട് കിട്ടിയിട്ട് അതിൽ നമ്മുടെ പാസ്വേഡ്, നമ്മുടെ ഒറിജിനൽ പാസ്വേഡ് സ്ട്രിങ്ങിനെ പിടിച്ച് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം, അതായത് ഡീകോഡ് ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ നമ്മളൊരു ഫോർ ലൂപ്പ് എഴുതും. ഓക്കെ, ഫോർ ലൂപ്പ് ജസ്റ്റ് ഞാൻ ഇവിടെ സ്നിപ്പറ്റ് ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഞാനിവിടെ കമ്പ്യൂട്ടഡ് ഹാഷ് ഡോട്ട് ലെങ്ത്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഇഫ് computed hash of I not equal to user dot password hash of I. ഓക്കെ, ഇപ്പോൾ കമ്പ്യൂട്ടഡ് ഹാഷ് ഓഫ് ഐയും നമ്മുടെ യൂസർ പാസ്വേഡ് ഹാഷും ഈ രണ്ട് സെയിം അല്ലെങ്കിൽ നമ്മളവിടെ അൺഓതറൈസ്ഡ് പറഞ്ഞ് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ അൺഓതറൈസ്ഡ്, അത് ഇൻവാലിഡ് പാസ്വേഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യും. എന്നിട്ട് നമ്മളിവിടെ റിട്ടേൺ യൂസർ എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ലോഗിൻ്റെ API എൻഡ് പോയിന്റ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് യൂസർ നെയിം എടുക്കണം. സോ യൂസർ നെയിം എടുക്കാൻ വേണ്ടി നമ്മളൊരു DB കോണ്ടെക്സ്റ്റിനകത്ത് നമ്മൾ യൂസർ നെയിമും രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യും. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിമും DBക്കകത്തുള്ള യൂസർ നെയിം ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ താഴോട്ട് പോകും, താഴോട്ട് എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ഇൻവാലിഡ് യൂസർ നെയിം ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ യൂസർ നെയിം കിട്ടിയതിന് ശേഷം നമ്മളിവിടെ പാസ്വേഡിനെ പിടിച്ച് നമുക്ക് നോക്കണം. പാസ്വേഡ് നമ്മൾ HMAC അതായത് ഈ അൽഗോരിതം വെച്ചിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കും. അതായത് നമ്മൾ കൊടുത്ത പാസ്വേഡും ഈ കമ്പ്യൂട്ടഡ് ഹാഷിനകത്തുള്ള പാസ്വേഡ് സെയിം ആണോ എന്ന് നോക്കും. അത് സെയിം അല്ലെങ്കിൽ അവിടെ ഇൻവാലിഡ് പാസ്വേഡ് എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തിട്ട് നമ്മളിവിടെ പോസ്റ്റ്മാൻ എടുക്കുക. അപ്പോൾ പോസ്റ്റ്മാനിൽ ഞാൻ ഓൾറെഡി ഒരു രജിസ്റ്റർ ചെയ്ത ഒരു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ ഒരു API വെച്ചിട്ട് രജിസ്റ്റർ API വെച്ചിട്ട് നമ്മളൊരു യൂസർ നെയിം പാസ്വേഡിനെ എടുത്തായിരുന്നു. അപ്പം ഞാൻ ഇതിനെ സെയിം സാധനം ഇവിടെ അക്കൗണ്ട് ഫീൽഡ് ഇപ്പം നമുക്ക് ഇതിനകത്ത് നോക്കാം. അക്കൗണ്ട് നമ്മളിവിടെ ലോഗിനാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ ലോഗിൻ ആയിട്ടുണ്ട്. ഞാനിവിടെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ ഇൻവാലിഡ് പാസ്വേഡ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ തോമസ് യൂസർ നെയിം മാറ്റി കൊടുത്താൽ ഫസ്റ്റ് വരുന്നത് ഈ യൂസർ നെയിം ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്, ഇൻവാലിഡ് യൂസർ നെയിം. പിന്നീട് കഴിഞ്ഞിട്ടാണ് പാസ്വേഡ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാനിത് കൊടുത്തപ്പോൾ യെസ് കറക്റ്റായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലോഗിൻ API എൻഡ് പോയിന്റ് നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിനകത്ത് ഇടണം. ഓക്കെ, ബൈ.